ഹായ്, എല്ലാവർക്കും ഫുഡ് കൊറിയയിലേക്ക് സ്വാഗതം. ഇന്ന് ചിക്കൻ കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ സുക്കയാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം ഞാനിവിടെ നിന്ന് 1/2 കിലോ ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു മുറി നാളികേരം ചിരവി വെച്ചിട്ടുണ്ട്. 2 സവോള നുറുക്കി വെച്ചിട്ടുണ്ട്, ചെറുതായി നുറുക്കിയതാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് ക്രഷ് ചെയ്ത് വെച്ചതാണ്. അത് പൊടിയാൻ പാടില്ല, ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. 2 പച്ചമുളക് ചെറുതായി നുറുക്കി വെച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് മല്ലിയില അരിഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള മസാല ഞാൻ അതിലേക്ക് ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ചിക്കൻ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരല്പം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും, കുറച്ച് വെള്ളം മതി. നമ്മുടെ ഈ സുക്കയിൽ വെള്ളം വളരെ കുറച്ച് മതി. അപ്പോൾ നമ്മൾ ചിക്കൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വേവ് പാകാവും. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഞാൻ വേവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ വേവിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിൽ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഏകദേശം പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. നമ്മൾ കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ചിക്കൻ മസാല മാത്രമേ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. മുളക് പൊടി മഞ്ഞൾ പൊടി നമ്മൾ ആദ്യം തന്നെ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടേക്ക് ഇപ്പോൾ ചിക്കൻ മസാല മാത്രമാണ് ചേർത്തത്. ഇനി ഇതൊന്ന് നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതും നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിന് പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കുറവായിരുന്നു, ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. സവോള അങ്ങനെ ചതുരത്തിലുള്ള കഷ്ണങ്ങളാക്കി തന്നെ നുറുക്കണം, ചെറുതായി നുറുക്കണം. ഈ സവോള ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിലേക്കുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയിലേക്കുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തു. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം മസാലയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി എപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇതിനെ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇതിനൊന്ന് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആയി വരും. ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അത് വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ. ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത് ഏകദേശം ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ചിരകി വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കുകയാണ് ഇനി വേണ്ടത്. അപ്പോൾ ഈ നാളികേരം നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കനിലേക്ക് ഈ നാളികേരം വറുത്ത് വെച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ ഈ നാളികേരം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ മതി. കുറച്ച് കഴിയുമ്പോഴേക്ക് നന്നായിട്ട് ഡ്രൈ ആയി വരും. നാളികേരം ചേർക്കുമ്പോൾ തന്നെ അത് നല്ലൊരു ഭംഗിയുണ്ട്. ഇതിന് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ചിക്കൻ സുക്ക ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബൈ.